നമസ്കാരം. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിമ്മുകളിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ കെട്ടിത്തൂക്കുക, ശരീരത്ത് സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, മുഖത്ത് തേക്കുന്ന ക്രീം വായിലൊഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കണ്ണു നിറയാതെ അത് കണ്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല. റാഗിംഗ് എന്ന പേരിൽ ഉയർന്നു വരുന്ന ഓരോ വാർത്തകളും ആശങ്കയുണർത്തുന്നവയാണ്. സ്വഭാവ വൈകൃതമുള്ള സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങിന് ഇരയാക്കാറുണ്ട്. എങ്കിലും പലരും പുറത്തു പറയാൻ മടിക്കുന്നത് കാരണം ഇത്തരം കുറ്റവാളികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും കഴിയുന്നില്ല. റാഗിംഗ് കിട്ടിയാലേ നല്ല വിദ്യാർത്ഥിയാകൂ എന്ന തരത്തിലുള്ള വിശ്വാസം അടിച്ചേൽപ്പിച്ച് നടക്കുന്ന റാഗിംഗ് പലപ്പോഴും ശാരീരിക ഉപദ്രവത്തിൽ തന്നെയാണ് അവസാനിക്കാറുള്ളത്. ലഭിക്കുന്ന പരാതികളിലാകട്ടെ ഒത്തുതീർപ്പ് ഫോർമുലകളും ഭാവിയുടെ ആശങ്കകളും മുൻനിർത്തി കുറ്റവാളി രക്ഷപ്പെടുന്ന സ്ഥിരം പല്ലവിയും. CPM അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നേഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP രാഹുൽ രാജ്, അസോസിയേഷൻ അംഗങ്ങളായ സാമുവൽ ജോൺസൺ, NS ജീവ, C റിജിൽജിത്ത്, NV വിവേക് എന്നിവരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം റാഗിങ്ങിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നേഴ്സസ് അസോസിയേഷൻ ആണ് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ CPMന്റെ സംഘടന. അതുകൊണ്ട് തന്നെ SFI ഈ മേഖലയിൽ യൂണിറ്റുകൾ തുറക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ റാഗിങ്ങിൽ നിന്നും SFI രക്ഷപ്പെട്ടു. പണം ആവശ്യപ്പെട്ടായിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള മുതിർന്ന കുട്ടികളുടെ ക്രൂരമായ ആക്രമണം. എല്ലാ ഞായറാഴ്ചകളിലും മദ്യപിക്കാൻ ഒന്നാം വർഷക്കാരിൽ നിന്ന് പ്രതികൾ പണം ആവശ്യപ്പെടുമായിരുന്നു. പണം കിട്ടാതെ വരുമ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ തങ്ങളുടെ മുറികളിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ടായിരുന്നു സീനിയേഴ്സിന്റെ കൊടിയ മർദ്ദനം. ഹോസ്റ്റൽ മുറിയിലെ പീഡനത്തിൽ ആദ്യം പരാതി നൽകിയത് റാഗിങ്ങിനിരയായ കുട്ടിയുടെ അച്ഛനാണ്. മാസങ്ങൾക്ക് മുമ്പേ ക്രൂരമായ ആക്രമണങ്ങൾ ഇവർ നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും മർദ്ദിക്കുമോ എന്ന ഭയത്താൽ പുറത്തു പറയാൻ ഒന്നാം വർഷ കുട്ടികൾ ഭയന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തോടെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പോലും. മദ്യപിക്കാൻ പണം നൽകാത്തതിനാൽ ഒരു കുട്ടിയെ തെരഞ്ഞു പിടിച്ച് ഇവർ ആക്രമിച്ചിരുന്നു. ക്രൂരത സഹിക്കാനാവാതെ വന്നതോടെ ഈ വിദ്യാർത്ഥി തന്റെ പിതാവിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടു. തുടർന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് 6 കുട്ടികളിൽ നിന്ന് പരാതി സ്വീകരിച്ചു. ഗാന്ധിനഗർ പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതികൾ കൈമാറി. ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. റാഗ് ചെയ്ത വിദ്യാർത്ഥികൾ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നേഴ്സസ് അസോസിയേഷന്റെ അംഗങ്ങളായിരുന്നു. UPയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ എന്ത് നടക്കുന്നു എന്ന് നോക്കി നടക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും പിണറായി നിങ്ങളുടെ മൂക്കിന് കീഴെ നടക്കുന്ന സംഭവങ്ങൾ കാണുന്നില്ലേ? SFI പോലുള്ള കൊലയാളി സംഘടനയുടെ പേരിൽ നടക്കുന്ന റാഗിങ്ങുകൾ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം കാണാൻ എന്തേ പിണറായി വിജയന് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.